ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പേടിക്കണം. ആധുനിക ലോകം ഏറ്റവും ഭയത്തോടെ കാണുന്ന രോഗമാണ് ക്യാൻസർ. സർവ്വവ്യാപിയായ രോഗാവസ്ഥയാണ് ഇത്. അതിനാൽ രോഗത്തിന്റെ ദുരിതത്തെയും അനുബന്ധമായ മറ്റ് അവസ്ഥകളെയും നേരിട്ട് കാണാത്തവരുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ക്യാൻസറിനെ കുറിച്ചുള്ള ഭയവും മിഥ്യാധാരണകളും നമ്മൾ കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കുന്നത്. രോഗത്തെ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ കൃത്യമായി പാലിക്കുക എന്നിവയാണ് ക്യാൻസറിനെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഏറ്റവും പ്രധാന ഉപാധികൾ. രോഗം നേരത്തെ തിരിച്ചറിയണമെങ്കിൽ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും പൊതുവായ ധാരണയുണ്ടായിരിക്കണം. ക്യാൻസറിന് 100-ലധികം വിഭാഗങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവയുടെ ലക്ഷണങ്ങളും അത്ര തന്നെ വൈവിധ്യം നിറഞ്ഞതായിരിക്കും. എങ്കിലും ഏറ്റവും കൂടുതലായും പൊതുവായും കാണപ്പെടുന്ന ക്യാൻസർ രോഗലക്ഷണങ്ങളെ അറിയുക. പെട്ടെന്നുള്ള ഭാരം കുറയൽ. ഭക്ഷണത്തിന്റെ അളവിലോ വ്യായാമത്തിന്റെ കാര്യത്തിലോ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ അകാരണമായ രീതിയിൽ ഭാരം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സന്ദർശിക്കണം. ചെറിയ തോതിലുള്ള ഭാരക്കുറവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം വലിയ തോത് ഭാരക്കുറവ് അനുഭവപ്പെടുമ്പോഴാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. രക്തസ്രാവം. മൂത്രത്തിലൂടെയും മൂക്കിലൂടെയും മറ്റും ചെറിയ തോതിൽ രക്തം സ്രവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. സ്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. സ്തനത്തിലുണ്ടാകുന്ന മുഴകളും സ്തനത്തിന്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഴകൾക്കും ഘടനയിലെ മാറ്റങ്ങൾക്കും പുറമെ സ്തനത്തിന് ചുവന്ന നിറം, തടിപ്പ്, വീക്കം, നീണ്ടു നിൽക്കുന്ന വ്രണം തുടങ്ങിയവയും ക്യാൻസർ ലക്ഷണങ്ങളിൽ ചിലതാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും സ്വയം സ്തന പരിശോധന നടത്തുന്നത് ഈ ലക്ഷണങ്ങളെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ സഹായിക്കും. ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഭക്ഷണത്തോട് വിരക്തി തോന്നുന്ന അവസ്ഥയും ഭക്ഷണം ഇറക്കാൻ സാധിക്കാത്ത അവസ്ഥയും ചിലപ്പോൾ ക്യാൻസറിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ അവഗണിക്കുകയാണ് പതിവ്. വിശപ്പ് കുറവ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പരിശോധന അത്യാവശ്യമാണ്. വയറുവേദന. കടുത്ത വയറുവേദന, ഇടയ്ക്കിടെയുള്ള വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. വയറ്റിലോ അന്നനാളത്തിലോ തൊണ്ടയിലോ ഒക്കെയുള്ള ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ രീതിയിലാണ്: പനിയും വിട്ടുമാറാത്ത ചുമയും. മറ്റു തരത്തിലുള്ള കാരണങ്ങളൊന്നുമില്ലാതെ ഇടവിട്ടുള്ള പനി ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ലുക്കീമിയ, ലിംഫോമ തുടങ്ങിയ അർബുദങ്ങൾക്ക് പനി തുടക്കത്തിലേയുള്ള ലക്ഷണമാണ്. എന്നാൽ മറ്റു ചില ക്യാൻസറുകൾക്ക് അസുഖം വ്യാപിച്ച ശേഷമായിരിക്കും പനി പ്രത്യക്ഷപ്പെടുക. രക്താർബുദം, വയറിലെയും വൻകുടലിലെയും ക്യാൻസർ തുടങ്ങിയവയുടെ ലക്ഷണങ്ങളിൽ ക്ഷീണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ക്യാൻസർ പടർന്നു കഴിഞ്ഞാൽ പുതുതായി പടർന്ന ഭാഗത്ത് ഇതിനു പുറമെ മറ്റ് ലക്ഷണങ്ങൾ കാണും. ഗ്രന്ഥികളും മറ്റും വീർത്ത മുഴ പ്രത്യക്ഷപ്പെടുന്നതും സാധാരണമാണ്. ക്യാൻസർ തലച്ചോറിലേക്ക് പടരുമ്പോൾ രോഗിക്ക് തലവേദനയും തലകറക്കവും വിറയലുമൊക്കെ പ്രകടമാകും. ശ്വാസകോശത്തിലേക്ക് പടരുന്നതോടെ കഫരോഗങ്ങൾ വർദ്ധിക്കുകയും ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുകയും ചെയ്യും. അതിനു പുറമെ കരൾ വികസിക്കുകയും മഞ്ഞപ്പിത്തം ബാധിക്കുകയും എല്ലുകളിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് രോഗനിർണയം നടത്തുക എന്നതാണ് പ്രധാനം. രോഗനിർണയത്തിൽ ക്യാൻസർ ബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വിദഗ്ധ ചികിത്സ ആരംഭിക്കുക. ക്യാൻസർ ഭേദമാക്കാൻ ഒറ്റമൂലികളോ എളുപ്പവഴികളോ ഇല്ലെന്ന് ഓർക്കുക. കൃത്യമായ ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ കൃത്യമായി പാലിക്കുക എന്നത് തന്നെയാണ് ക്യാൻസർ പൂർണ്ണമായി ഭേദമാകാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി.